ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് ഏറ്റവും പരിചിതമായ ഒരു മുഖമാണ് ഡോക്ടർ ബി ജോർജ് മാത്യു സാർ. അപ്പം അദ്ദേഹം നിരവധി ചാനലുകളിലൂടെയും അതുപോലെ തന്നെ നിരവധി ലേഖനങ്ങളിലൂടെയും ഒക്കെ മലയാളികളുടെ ഒരു അന്വേഷണാത്മകമായ ഒരു മനസ്സിന് എപ്പോഴും സാന്ത്വനം നൽകുന്ന അല്ലെങ്കിൽ പരിഹാരം നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് തന്നെ ഏറ്റവും വലിയ ഒരു ഒരു ആൻസറാണ്. അപ്പോൾ നമ്മൾ ധാരാളം സെഷൻസ് സാറുമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുതിയെന്ന് പറയാൻ പറ്റില്ല, പുതിയൊരു സംഭാഷണം നമ്മളിന്നിവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സാറിനെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ സ്വാഗതം. നമസ്തേ. സാർ നമ ശിവായ. സാർ ഇന്നിപ്പോൾ ഈ ലോകം കടന്നു പോകുന്ന ഒരു പ്രത്യേകമായ ക്രൈസിസിലൂടെ കടന്നു പോകുന്നു. അതായത് എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള ക്രൈസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും ഈ മനസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ധാരാളമായിട്ട് ഇപ്പോൾ വന്ന് തുടങ്ങുന്നു. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഫാമിലികളിലും നമുക്ക് കാണാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലാതാകുന്നു. അപ്പോൾ ഫാമിലി റിലേഷൻസ് വളരെയേറെ തകർന്നു പോകുന്ന ഒരു അവസ്ഥ. ഇപ്പം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോഴത്തേ അവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള റാപ്പോ ക്ലിയർ ആവുന്നില്ല. കൂടെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുപോയിട്ട് അവർ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ പണ്ടൊക്കെ ഒറ്റപ്പെട്ട രീതിയിലുണ്ട്. പക്ഷെ ഇപ്പോഴേ അങ്ങനെയല്ല, അതിനേക്കാൾ വലിയൊരു മാനത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ടെക്നോളജിയുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ തമ്മിൽ അപ്പോൾ അനാവശ്യമായുള്ള ഈഗോ, ജലസി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാൻസൈക്കിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുമ്പോൾ എല്ലാ ഇതും ഒരൊറ്റ മനസ്സെന്നുള്ളൊരു രീതിയിൽ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ എന്തുകൊണ്ടാണ് സാർ ഈ ഒരു കാലഘട്ടത്തിൽ ഈ മനസ്സിന് ഇത്രയും വലിയ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുന്നത്? അടിസ്ഥാനമായ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ ഉള്ള സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ മനുഷ്യരെല്ലാം മാലഡ്ജസ്റ്റഡ് ആകും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. അതെ. പിന്നെ ആത്മാഭിമാനം നിലനിർത്തുന്ന അല്ലെങ്കിൽ നിലനിർത്താൻ പറ്റിയ സാഹചര്യങ്ങൾ കുറവാണ്. ഇപ്പോൾ നല്ല ജോലി കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. ഇപ്പോൾ ഒരു കോളേജ് ലെക്ചറർ ആകണമെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് കോളേജുകളിൽ ലെക്ചറായിട്ട് ജോലി ചെയ്യണമെങ്കിൽ 50 ലക്ഷം മാനേജ്മെൻറ്റിന് കൈക്കൂലി കൊടുക്കും. പിന്നെ ഈ റിസർവേഷൻ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തിനും കൈക്കൂലിയാണ്. ഇപ്പോൾ ഇലക്ഷന് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വോട്ട് കിട്ടണമെങ്കിൽ സ്ത്രീകൾക്ക് ബസ്സിൽ ടിക്കറ്റ് എടുക്കണ്ട, അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ സാരി കൊടുക്കുന്നു. പിന്നെ സ്ത്രീകൾക്ക് റിസർവേഷൻ, ചില കോൺസ്റ്റിറ്റ്യുവൻസികൾക്ക് സ്ത്രീകൾക്ക് മാത്രമേ നിൽക്കാവൂ. ചില കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ ചില കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക്, ഷെഡ്യൂൾഡ് കാസ്റ്റുകാർക്ക് മാത്രമേ നിൽക്കാവൂ. ഈ ഡെമോക്രസി ഒരുപാട് രാജ്യങ്ങളുണ്ട്, അവിടെ ഒന്നും ഇങ്ങനെയില്ല. അവിടെ ഇങ്ങനെ ഗ്യാസ് കുക്കർ കൊടുക്കുക, സാരി കൊടുക്കുക, വോട്ടിന് വേണ്ടി അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. ബിയുടെ ഒരു മദാമ്മയെ കാണാനിടയിൽ മദാമ്മ പറഞ്ഞു, ഈ വെളിയിലെ ഏതെങ്കിലും ഡെമോക്രസിയുള്ള രാജ്യങ്ങളിൽ വോട്ട് കിട്ടാൻ വേണ്ടി ബസ്സിൽ ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ആ കാരണം കൊണ്ട് തന്നെ സ്ത്രീകൾ ഒന്നടങ്കം അവർ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യത്തില്ല. കാരണം ഇത് സ്ത്രീകളെ അപമാനിക്കുന്ന പരിപാടിയാണ്. വോട്ട് കിട്ടാൻ വേണ്ടി ഒരു
കൺസെഷൻ കൊടുക്കുക. ഉം, 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 ഉം. അപ്പോൾ നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ആത്മാഭിമാനത്തെ ഹനിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉം, ഉം. വെളിയിലുള്ള രാജ്യങ്ങൾക്ക് ഏറ്റവും കഴിവുള്ള ആളുകളെയാണ് ഒരു ജോലിക്ക് വേണ്ടി എടുക്കുന്നത്. ഉം. അതിപ്പോൾ ഭരിക്കാനാണെങ്കിലും പഠിപ്പിക്കാനാണെങ്കിലും. അതെ. ഒരാളെക്കാൾ കൂടുതൽ കഴിവുള്ള വേറൊരാൾ വരികയാണെങ്കിൽ ആദ്യത്തെ ആളെ പിരിച്ചു വിട്ടിട്ട് മറ്റേ ആളെ അപ്പോയിന്റ് ചെയ്യും. അതെ. ആദ്യത്തെ ആൾ ഒരു പ്രതിഷേധവും പറയില്ല. ഉം, ഉം. കാരണം ഏറ്റവും കഴിവുള്ള ആളാണ് ഓരോ ജോലിയും ചെയ്യേണ്ടത്. ഉം, 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 ഉം. അതാണ് ആത്മാഭിമാനത്തിൻ്റെ ഒരു നിലപാട്. അതെ, അതെ. അപ്പം ആത്മാഭിമാനം ഇല്ലാത്ത ഒരു വ്യക്തി ബാക്കിയുള്ളവരുമായിട്ട് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യില്ല. ഉം, 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 ഉം. അപ്പോൾ ഒരാൾക്ക് അറിയാം എന്നെ കൊണ്ട് ഈ ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല, എന്നെക്കാളും നന്നായിട്ട് ജോലി ചെയ്യാവുന്ന ഒരു വെളിയിൽ നിൽക്കുന്നു. ഉം, ഉം. പക്ഷെ അയാൾ അത് റിസൈൻ ചെയ്ത് പോകത്തില്ല. അതെ, അതെ, അതെ. വെളിയിലൊക്കെ ടീച്ചർ എവാലുവേഷൻ എന്നൊരു സമ്പ്രദായമുണ്ട്. ഉം. സ്റ്റുഡൻസ് എല്ലാം ഒരു ടീച്ചർ എത്ര നന്നായിട്ട് പഠിപ്പിക്കുന്നു, എത്ര ന്യായമായിട്ട് മാർക്കിടുന്നു, ഉം, അതൊക്കെ റേറ്റ് ചെയ്യും. ഉം, ഉം. അപ്പോൾ കുട്ടികൾ ഒരുപാട് പേര് ഈ ടീച്ചർ ശരിയല്ല എന്ന് പറഞ്ഞാൽ അയാൾ ഉടനെ പിടിച്ചുവിടും. ഉം, ഉം, ഉം. അയാളത് പ്രതിഷേധിക്കാനൊന്നും നിൽക്കത്തില്ല. ഉം, ഉം, ഉം. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജോലിക്ക് കഴിവില്ലാത്ത ഒരാൾ അയാൾക്കത് അറിയുകയും ചെയ്യാം. അപ്പോൾ അയാൾക്ക് ആത്മാഭിമാനം ഉണ്ടാകത്തില്ല. അതെ. അയാൾ ആവശ്യമില്ലാതെ ഭാര്യയോട് വഴക്കടിക്കും, ഉം, ഉം, ഉം. കുട്ടികളെ തല്ലും. ഉം, ഉം. അപ്പോൾ ഭാര്യയും മക്കളും അച്ഛനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മോശമാണ്. ഉം, ഉം. അപ്പോൾ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കാരണം. ഉം, ഉം, ഉം. ഇപ്പൊ പൂർവ്വജന്മങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ധാരാളം ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുകയാണ്. അപ്പൊ അത് ഈ പൈതഗോറിയൻ തിയറിയിൽ പറയുന്ന ഒരു മേറ്റിം സൈക്കോസിസിലൊക്കെ ഈ സോളിന്റെ ഒരു ട്രാൻസ്മിഷനെ കുറിച്ചൊക്കെ അന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അത് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യകാലത്ത് റിപ്പോർട്ട് ചെയ്തത് എന്നായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റഡീസ് എന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറേ നാൾ അതിനെ ഈ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമൊക്കെ അതിനൊരു തളർച്ച വന്നു. അതായത് ശാസ്ത്രത്തിന്റെ വലിയൊരു കുതിച്ചുചാട്ടം വന്നപ്പോൾ ഈ ഒരു മേഖല വളരെ ഡള്ളാവുകയും, എന്നാൽ ഈ ഒരു കാലത്ത് വീണ്ടും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതലായിട്ട് വരികയും ചെയ്യുകയാണ്. അപ്പൊ ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഇങ്ങനെയുള്ള പാരാനോർമൽ കേസുകൾ അതിനെക്കുറിച്ച് സാർ ഒന്ന് പറയാമോ? പാരാനോർമൽ കേസുകൾ മൊത്തമായിട്ടോ അതോ റീബർത്തിനെ പറ്റിയോ? അല്ല, പാരാനോർമൽ മൊത്തമായിട്ട് പറയാം സാർ. ഈ പാരാനോർമൽ ബിലീഫ് എല്ലാ ആദിവാസി സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതെ. അപ്പൊ ഇത് എവിടെ ആദ്യം തുടങ്ങിയെന്ന് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ സ്റ്റഡി അക്കാഡമിക് ആദ്യമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ നടന്നത് ഫ്രാൻസിലെ മെസ്മറിന്റെ കാലത്താണ്. ഈ മെസ്മറിസം കൊണ്ടുവന്നപ്പോൾ ഇത് വളരെ പോപ്പുലറായപ്പോൾ ഫ്രാൻസിലുണ്ടായിരുന്ന ഡോക്ടർമാരെല്ലാവരും കൂടെ രാജാവിനോട് കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ, ഇങ്ങനെ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ അസുഖം മാറ്റാമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ രാജാവ് നിയോഗിച്ചു. ആ കമ്മിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവരാണ് ആദ്യമായിട്ട് ഒഫീഷ്യൽ ആയിട്ട് ഈ ഒരുപാട് പാരാനോർമൽ ഫിനോമിന റിപ്പോർട്ട് ചെയ്തത്. ടെലിപ്പതി, അന്ന് ട്രാൻസ്പൊസിഷൻ ഓഫ് സെൻസസ് എന്നാണ് പേര് കൊടുത്തത്. പിന്നെ അസുഖങ്ങൾ മാറ്റുക, ഇങ്ങനെ ഇതൊക്കെ ജെന്യുവനാണ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുത്തു. അതാണ് ആദ്യത്തെ ഒഫീഷ്യൽ റിപ്പോർട്ട്. വില്യം ഷേക്സ്പിയറിന്റെ നാടകങ്ങളിലൊക്കെ നമുക്ക് ഈ ഗോസ്റ്റിന്റെയും ഒക്കെ പ്രസൻസ് നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ അന്ന് നിലനിന്നിരുന്ന ആ ഒരു സമൂഹം ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അതായത് രാജാവിന്റെ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഒഫീഷ്യലായിട്ട് ഇങ്ങനെ പറഞ്ഞ ഒരു നാടകമാണെങ്കിൽ കൂടി അത് സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായിട്ടാണ് അവതരിപ്പിച്ചിരുന്നത്. അപ്പൊ അന്ന് ഈ പറയുന്ന രീതിയിലുള്ള അതിനൊരു ഓപ്പോസിഷൻ വന്നിരുന്നു എന്നുള്ളതാണ്. ഈ ഗോസ്റ്റ് എന്നുള്ള ഒരു സങ്കല്പം ഏറ്റവും ആദ്യകാലം മുതലേ ഉണ്ട്. അത് ഷേക്സ്പിയറിന്റെ കാലത്ത് മാത്രമൊന്നുമല്ല, അല്ല നാടകങ്ങളിൽ വന്നു, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നാടകങ്ങളിൽ അപ്പൊ അന്നത്തെ ആ ഒരു പ്രസന്റ് സൊസൈറ്റി അതിനെ
ഇതായിട്ട് നോക്കി കണ്ടിരുന്നോ എന്നുള്ളതാണ് ഞാൻ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും കുറെ പേര് ഗോസ്റ്റുകളുണ്ട് എന്ന് വിശ്വസിച്ച് കാണും ആ ആ കാലത്ത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലാണ് സാർ കൂടുതലായിട്ടും നമ്മൾ ഈ പറയുന്ന ഈ പ്രേത ഉച്ചാടനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആത്മാവിനെ ഒഴിപ്പിക്കുന്ന രീതിയിലുള്ള എക്സോറിസം എന്ന് പറയുന്ന സംഗതി കൂടുതലായിട്ടും വരുന്നത് വിദേശ രാജ്യങ്ങളിലാണല്ലോ. നമ്മൾ സിനിമകളിലൊക്കെ കാണുമ്പോൾ ഇവിടെ ഉണ്ടെങ്കിലും അത്രയേറെ അതൊരു ഇവിടെ വേറെ രീതിയിൽ തന്നെ പറയുന്നു, പക്ഷേ വളരെ കളർഫുൾ ആയിട്ട് എക്സോറിസം പല സിനിമകളിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സോറിസത്തിന്റെ ഒരു ഒറിജിൻ എങ്ങനെയായിരുന്നു സാർ? അത് അതിന് ബാക്കി എല്ലാ കാര്യങ്ങളും പോലെ ഈ എക്സോർസിസം ഇന്ന കാലത്ത് യൂറോപ്പിൽ തുടങ്ങി എന്ന് പറയാൻ ഒക്കത്തില്ല. അതിന് എത്രയോ മുമ്പേ പ്രാകൃതമായ രീതിയിൽ എക്സോർസിസം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു കാണും. അപ്പോൾ കാത്തലിക് ചർച്ച് ഇതിനെ ഒന്ന് കോഡിഫൈ ചെയ്ത് സിസ്റ്റമാറ്റൈസ് ചെയ്തു. അവർക്ക് അതിനു വേണ്ടി ലാറ്റിൻ പ്രയറുണ്ട്, പിന്നെ അവർക്ക് ചില സെറ്റ് ബിലീഫ്സ് ഉണ്ട്. അവര് സേറ്റനാണ് പ്രൊസസ് ചെയ്യുന്നതെന്നാണ് കാത്തലിക് ചർച്ചിന്റെ വിശ്വാസം. ഈ മരിച്ചുപോയ ആത്മാക്കൾ പ്രൊസസ് ചെയ്യുമെന്ന് അവർ കരുതുന്നില്ല. പിന്നെ അതിനുവേണ്ടി ചില അച്ഛന്മാരെ പ്രീസ്റ്റന്മാരെ ബിഷപ്പ് ഓതറൈസ് ചെയ്യും. അപ്പൊ അവരതിൽ സ്പെഷ്യലൈസ് ചെയ്യും. അപ്പൊ അവര് വലിയ എക്സോർസിസ്റ്റുകളായി മാറും. അങ്ങനെ അവരെ പറ്റിയുള്ള കഥകൾ ഇങ്ങനെ പ്രചരിക്കും. അങ്ങനെ അതിപ്പോ ലോകത്തെ എല്ലായിടത്തും അറിയാം എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോ ഈ മിക്കവാറും എല്ലാ മതവിഭാഗങ്ങളിലും വളരെ സ്ട്രോങ് ആയിട്ട് അതുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ജൂയിസത്തിലൊക്കെ അതുണ്ടായിരുന്നു. അപ്പൊ ജൂയിസത്തിലല്ലേ സാർ ഈ റാബിമാരൊക്കെ വരുന്നത്? റാബിമാർ അപ്പൊ അവരും ഈ സൈറ്റൻ എന്നുള്ള കോൺസെപ്റ്റിലാണോ ചെയ്യുന്നത്, അതോ ഈ വ്യക്തിഗതമായിട്ടുള്ള ആത്മാക്കളുടെ ഇൻഫ്ലുവൻസ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ടോ? അത് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് ഈ മരിച്ചവര് ആത്മാക്കളെ പൊസസ് ചെയ്യില്ല എന്നുള്ളത് ഒരു കാത്തലിക് ഡോഗ്മയാണ്. ജൂതമതത്തിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ഒരു വ്യക്തമായ സ്റ്റാൻഡ് ഉണ്ടെന്നും തോന്നുന്നില്ല. കാത്തലിക് ചർച്ച് ആക്ച്വലി അങ്ങനെ ഒരു ഡോഗ്മ കൊണ്ടുവന്നതല്ലേ? കാരണം ഈ റീഇൻകാർണേഷനിൽ വിശ്വസിക്കാതെ ഒറ്റ ജന്മം മാത്രം എന്നുള്ള ഒരു തിയറി. അപ്പൊ സാർ അതിനോട് യോജിക്കുന്നുണ്ടോ? എങ്ങനെയാണ് സാറിന്റെ ഒരു സങ്കല്പം? ഈ പുനർജന്മം എന്നുള്ളത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ആണോ നടക്കുന്നത് എന്നുള്ളത് വളരെ സംശയകരമായ കാര്യമാണ്. നമുക്ക് അതും ഈ പറഞ്ഞതുപോലെ കാത്തലിക് ചർച്ച് മരിച്ചവർ പുനർജനിക്കുന്നില്ല എന്ന് ഡോഗ്മാറ്റിക് ആയിട്ട് പറയുന്നത് പോലെയുള്ള വേറൊരു ഡോഗ്മയാണ്. മനുഷ്യരിങ്ങനെ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും. അവസാനം മോക്ഷം കിട്ടുമ്പോൾ അവർ ബ്രഹ്മത്തിൽ ലയിക്കും എന്നുള്ളത് ഒരു ഡോഗ്മയാണ്. ഞാനിതിനെപ്പറ്റി ഒരുപാട് സമൂഹങ്ങളിൽ ഉള്ള പ്രാക്ടീഷണേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഉത്തരവും ഡെമോൺസ്ട്രേഷനും ഒക്കെ കിട്ടിയിട്ടുള്ളത് ടിബറ്റിൽ നിന്നാണ്. ഞാൻ ടിബറ്റിൽ പോയിട്ടില്ല, പക്ഷേ ടിബറ്റൻ ബുക്ക് ഓഫ് ദ ഡെഡ്, അതെ, അത് നോക്കിയിട്ടുണ്ട്. പിന്നെ ടിബറ്റൻ ആശ്രമങ്ങളിൽ പോയിട്ടുണ്ട്. ധർമ്മശാലയിൽ പോയിട്ടുണ്ട്. അവിടെ ഞാൻ 1-2 ആഴ്ച താമസിച്ചു. അവിടുത്തെ ലാമാമാരുമായിട്ട് സംസാരിച്ചു. പിന്നെ ഞാനൊരു ബുദ്ധിസ്റ്റ് കോൺഫറൻസിന് പോയി ഡൽഹിയിൽ. എന്നെ ഒരു ഇൻവൈറ്റഡ് സ്പീക്കറായിട്ട് ക്ഷണിച്ച് പോയതാണ്. അപ്പൊ ഞാൻ താമസിച്ച ഹോട്ടലിലൊക്കെ റിംപോച്ചമാരൊക്കെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ സംസാരിച്ചു. അപ്പം അവരുടെ മുൻജന്മ ഓർമ്മയുണ്ടെന്ന് പറയുന്ന റിംപോച്ചമാരുമായിട്ടൊക്കെ സംസാരിച്ചു. പക്ഷേ അവരുടെ ഒഫീഷ്യൽ ബിലീഫ് വേണമെങ്കിൽ ഡോഗ്മ എന്ന് പറയാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ക്ലിയർ ആയിട്ട് ഒരു പുനർജന്മം വേണമെന്നില്ല. അത് വളരെ എവോൾവ് ആയിട്ടുള്ള ലാമാമാർക്ക് അല്ലെങ്കിൽ റിംപോച്ചകൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവര് അവരുടെ ആത്മാവ് അല്ലെങ്കിൽ അവരുടെ സൈക്കി പലരിലൂടെ ആയിരിക്കും റീ എക്സ്പ്രസ്ഡ് ആകുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കർമ്മങ്ങളെ കമ്പൈൻ ചെയ്ത് ഒരാളായിട്ട് ജനിക്കാം. പിന്നെ ഒരാളുടെ
ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് വൈബ്രേഷൻസ് വേറൊരാളായിട്ട് പുനർജനിച്ചാൽ വരുള്ളൂ. ബാക്കി വൈബ്രേഷൻസ് അയാൾക്ക് ജന്മം നൽകുന്ന അച്ഛൻ്റെ അമ്മയുടെയും വൈബ്രേഷൻസ് ആയിരിക്കും. പക്ഷെ ഒരാളുടെ 80% ഓഫ് വൈബ്രേഷൻസ് ഒരു കുഞ്ഞിലൂടെ പുനർജനിക്കുന്നെങ്കിൽ ബാക്കി 20% വേറെ പല ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആയിരിക്കാൻ വരുന്നത്. അച്ഛൻ്റെ വൈബ്രേഷൻ, അമ്മയുടെ വൈബ്രേഷൻ, ജനിച്ച് വീഴുന്ന സ്ഥലത്തിന്റെ വൈബ്രേഷൻ. എന്നാൽ 80% മുമ്പുള്ള ഒരാളുടെ ആയതുകൊണ്ട് മുമ്പുള്ള ഒരാളുടെ ഓർമ്മയും ഹാബിറ്റ്സും ഒക്കെ അയാൾക്ക് വന്നെന്ന് വരാം. അയാൾക്ക് ചിലപ്പോൾ കഴിഞ്ഞ ജന്മം എന്നുള്ള രീതിയിൽ മുമ്പത്തെ എക്സിസ്റ്റൻസ് ഓർമ്മ വന്നെന്നും വരാം. പക്ഷെ മുമ്പത്തെ ആളുടെ 80% അയാൾക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്.